അപ്പോൾ നമ്മൾ അബിക്കുട്ടിനെയും കൊണ്ട് ഇന്ന് ഹൈപ്പർ മാർക്കറ്റ് വരെ പോവേണ്ടി വന്നു കേട്ടോ. അബിക്കുട്ടിനെയും കൊണ്ട് ഹൈപ്പർ മാർക്കറ്റ് വരെ പോവേണ്ടി വന്നു എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് അബിയെയും കൊണ്ട് ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഷോപ്പിലോ പോകാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവൻ അവിടെ ചെന്ന് കണ്ണി കാണുന്ന സാധനങ്ങളെല്ലാം വേണം. അവന് വേണ്ടാത്ത സാധനങ്ങളാണെങ്കിൽ അവൻ നിർബന്ധം പിടിച്ച് കരഞ്ഞിട്ട് അത് മേടിച്ചെടുക്കും. അങ്ങനൊരു സ്വഭാവമാണ്. പിന്നെ അവൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കാം അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ ടീഷർട്ട് മേടിക്കാനാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് വരെ പോയത്. അപ്പോൾ അവനവിടെ താഴെ എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, അത് വേണമെന്നും പറഞ്ഞ് കയറിയിടം തൊട്ടേ അവൻ വാശി പിടിക്കുകയാണ്. വാശി പിടിച്ച് അവൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെ വന്ന് അവൻ സൺഗ്ലാസ്സിനാണ് അന്നേരം തൊട്ടേ കിടന്ന് കരയുന്നത്. സൺഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് മേടിച്ച് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. കാര്യം നിസ്സാര സംഭവമാണ്, നിസ്സാര പ്രൈസുമാണ്. പക്ഷെ അവൻ ഈ ഒരു സൺഗ്ലാസ് ഇന്നത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ അവൻ്റെ കയ്യിൽ കാണും, പിന്നെ അത് അവൻ്റെ കയ്യിൽ കാണത്തില്ല കേട്ടോ. ഒന്നെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവൻ നശിപ്പിച്ച് കളയും. അതാണ് അവൻ്റെ സ്വഭാവം. അവിടെ ചെന്ന് സൺഗ്ലാസ് എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആകെ മൊത്തം അവന് കൺഫ്യൂഷനായി, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവൻ ഒരെണ്ണം ഫിക്സ് ചെയ്തു. അങ്ങനെ അതും എടുത്ത് വെച്ച് നോക്കി, എല്ലാ ഗ്ലാസ്സും അവൻ വെച്ച് നോക്കിയിട്ടുണ്ട്. വെച്ച് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ഗ്ലാസ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് മേടിക്കാമെന്ന് വെച്ചു. അപ്പം ഇവിടെ ലേഡീസ് ബാഗുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ലേഡീസ് ബാഗുകളുണ്ട്. എല്ലാം 250 ആ ഒരു പ്രൈസേ ഉള്ളൂ തുടക്കം. അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളുടെ എല്ലാം പ്രൈസും വിലയെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ടാറ്റാ ബൈ.